നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശ്ശൂർ പൂരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ രാത്രി കാഴ്ചകൾ ബഹുരസമാണ്. പതിവിലും വിപരീതമായി കുറച്ച് വർഷങ്ങളായിട്ട് രാത്രി ഒരുപാട് ആളുകൾ വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന സൗകര്യത്തിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ പോലീസിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു ഇന്ന ഭാഗങ്ങളിൽ പോകരുതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ആൾക്കൂട്ടം വലിയൊരു ക്യൂ നിൽക്കുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു കാരുണ്യ പ്രവർത്തനം ഇവിടെ ചെയ്യണം. ആക്സിൻ്റെ നേതൃത്വത്തിൽ നിരവധി ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കുകയാണ്. കാലത്ത് മുതൽ ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. പൂരത്ത് കാണുന്നതിനായിട്ട് വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസകരമാകുന്ന ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇതിൻ്റെ ഭാരവാഹികളുണ്ട്, അവരോട് നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കാൻ കഴിയുന്നത്, അതുപോലെ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമസ്കാരം. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൽ വേറിട്ടൊരു കാഴ്ച. 3 വർഷമായിട്ട് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയൊരു സംഭവം. ചില്ലറ കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് ചെറിയ ചെറിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴോ അതുപോലെ തന്നെ ചെറിയൊരു പരിപാടി നടത്തുമ്പോഴോ ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് നിസാരമായി ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം വലിയൊരു എഫേർട്ട് എടുക്കേണ്ട സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശ്ശൂർ പൂരത്തിന് കൊടുക്കുന്നത് 10,000-കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഇവിടെ ആക്സിൻ്റെ പ്രവർത്തകരുണ്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എങ്ങനെ ഇത് സാധിക്കുന്നു, അതുപോലെ തന്നെ എത്ര പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ലൈജു സെബാസ്റ്റ്യൻ. ഞാൻ ഇതിൻ്റെ സെക്രട്ടറിയാണ്. നമ്മൾ ഇന്ന് രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. വരി കണ്ടില്ലേ? തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കണ തൃശ്ശൂർ പൂരത്തിന് വരുന്ന ആരും പട്ടിണി കിടക്കരുത്. ഭക്ഷണം, വെള്ളം എടുത്തില്ലേ? തീർച്ചയായും പട്ടിണി കിടക്കരുത്. ചപ്പാത്തി, നല്ല ചൂടുള്ള കറി. അവരോട് ചോദിച്ചോക്കെ എങ്ങനെയുണ്ടെന്ന്. തീർച്ചയായും. എങ്ങനെയുണ്ട് ഭക്ഷണം? ഗംഭീരമായി. എവിടെന്നാ വരുന്നത്? ചാലക്കുടി. നമുക്കറിയാം ചാലക്കുടി എന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നാണ് ആളുകൾ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചാനലിലൊക്കെ കുറച്ച് എൻക്വയറി ഉണ്ടായിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റൂംസ് വേണം. അതായത് തൃശ്ശൂർ റൂംസ് ഫില്ലായി. എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ കുറച്ച് ഞങ്ങൾ വിളിച്ച് എൻക്വയറി കൊടുത്തു. അതും കിട്ടിയോ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ പ്രവർത്തനമാണ്. എങ്ങനെയാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്? ഇതിന് തൃശ്ശൂരത്തെ നല്ലവരായിട്ടുള്ള ആളുകൾ എല്ലാവരും സഹകരിക്കും. പിന്നെ ആക്സ് എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ഒരു വികാരമാണ്. തീർച്ചയായും ചെറുപ്പക്കാര്, നമ്മുടെ ആംബുലൻസുകൾ മുഴുവൻ ഇവിടെ റൗണ്ടിൽ. തീർച്ചയായും. അപ്പോൾ നമ്മുടെ കുറെ ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾ അവിടെ നമ്മുടെ കിച്ചൺ കണ്ടില്ലേ? കണ്ടു കിച്ചൺ കണ്ടു. അപ്പോൾ ഇതിനെന്തിനും തയ്യാറായിട്ടുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് ഒരാളും പട്ടിണി കിടക്കരുത്, ഒരാളും ഭക്ഷണം കഴിക്കാതെ പോകരുത്. അടയാളപ്പെടുത്തിയിരിക്കുകയാണ് തൃശ്ശൂർ പൂരത്തില്. ആവശ്യത്തിന് തരുന്നുണ്ട്. ഇത് നമ്മുടെ തൃശ്ശൂര്, പിന്നെ വേറെ പറയാനുള്ള. അപ്പൊ ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് ആദ്യമായിട്ട് കഴിക്കണ ചപ്പാത്തിയും തക്കാളി കറിയും ഗംഭീര സാധനം. കോമ്പ പൊളിച്ചു മതി. അപ്പൊ കറി മേടിക്കാൻ പോവാ. തീർച്ചയായും. അപ്പൊ തൃശ്ശൂരുള്ളവര് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് പുറത്തു നിന്നുള്ളവർക്കാണ്. ഏകദേശം എത്ര ആയിരം ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും? 75,000 ചപ്പാത്തിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതായിട്ട് കൊടുക്കുന്നത്. വെള്ളത്തിന് ലിറ്റർ കണക്കേ അറിയില്ല, കൊടുത്തുകൊണ്ടേ ഇരിക്കണം. വെള്ളം കൊടുക്കണം. അതൊന്ന് കാണിച്ച ചപ്പാത്തിയും അതിനോടൊപ്പം തന്നെ വെള്ളം കൊടുക്കുന്ന ഒരു മാതൃകാപരമായിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് ഒരു വലിയൊരു മാതൃക തന്നെയാണ് ഈ പ്രാവശ്യം ആക്സ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു ഓഫീസിന്റെ മുമ്പിൽ തന്നെയാണ് യുവാക്കളൊക്കെ ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര നാളായി ഇതിവിടെ? നമ്മളിത് ഒരു 3 വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അത് മാത്രമല്ല ഞങ്ങൾ ഈ ആക്സിൻ്റെ പേരിൽ നമ്മളൊരു 8 വർഷമായിട്ട് ഉച്ചയ്ക്കും വൈകിട്ടും നമ്മളിവിടെ എത്തിയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ 3 വർഷമായിട്ട് ഈ പൂരത്തിന് നമ്മളൊരു 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. 8 വർഷമായിട്ട് നമ്മൾ ആക്സിൻ്റെ ഈ തൃശ്ശൂർ ബ്രാഞ്ചിൽ ആൾക്കാർക്ക് ഭക്ഷണം ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഡെയിലി അത് 8 വർഷമായി. ഇത് പൂരത്തിന് നമ്മളൊരു 3 വർഷമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊടുത്തു, ഈ വർഷം കൊടുത്തു. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ആ ഒരു ക്ലൗഡ് കണ്ടു തീർച്ചയായും അത് അവരുടെ ഒരു സന്തോഷമാണ് ശരിക്കും. ഇവിടെ വന്ന് തൃശ്ശൂർ പൂരം കാണാൻ പറ്റുന്ന ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരെല്ലാം അധികമായിട്ട് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ അങ്ങനെ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവർക്കൂടെ ബന്ധക്കാരെ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഹോട്ടലിൽ നിന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്നവർക്ക് ഇവിടുന്ന് ഒരു ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പല ഹോട്ടലുകളും നടവാണ്. അത് മാത്രമല്ല ഉള്ള ഹോട്ടലുകൾ കയറാനായിട്ട് എളുപ്പമല്ല. അങ്ങനെ നിൽക്കുന്ന എല്ലാവർക്കും നമുക്കൊരു ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം കൂടിയാണ്. എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് ഇന്ന് നമ്മൾ രാവിലെ 11 മണിയാകുമ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് പുലർച്ചെ വെടിക്കെട്ട് വരെ നമ്മൾ കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി സന്തോഷം. ഭക്ഷണം മാത്രമല്ല വെള്ളം കൊടുക്കുന്നുണ്ട്. എല്ലാം കഴിച്ച ഒരു സന്തോഷമായിട്ട് പോകണമെന്നുള്ളതാണ് തൃശ്ശൂർ വന്നത് നമ്മളൊരു ആഗ്രഹം. എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്, മഹത് കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ തൃശ്ശൂർ അതുപോലെ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ ചാനൽ വ്യാപിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആക്ടിൻ്റെ ഒരു പ്രവർത്തനം എന്നത് ഇപ്പോഴാണ് ഒരു 108 ആംബുലൻസ് ഒക്കെ വന്നത്. ഇതിനൊരു കാലഘട്ടം മുമ്പ് ആക്ടിനെ നോക്കി നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. ഏകദേശം എത്ര വർഷമായി? നമ്മൾ 25 വർഷത്തിൽ കിടക്കുകയാണ്. 2000 മെയ് മാസം 8-ാം തീയതിയാണ് ഇത് തുടക്കം കുറിച്ചത്. അത് 25-ാം വർഷത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട പരിപാടികളൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 25-ാം വർഷമാണ് നമ്മുടെ. എന്തായാലും ഈ ഒരു കാരുണ്യ പ്രവർത്തനം, അതായത് വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം പൂരത്തിന് ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് ഒരാൾക്ക് ഇങ്ങനെ എന്താ പറയുക, പോക്കറ്റിൽ പൈസ ഇല്ലാതെ വന്ന പൂരം കണ്ടു പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിന് ഈ കുടമാറ്റത്തിൻ്റെ ടൈമിൽ ORS വെള്ളം നമ്മളെല്ലാവർക്കും ചെയ്യാനായിട്ട് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, കുടിവെള്ളം നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാതിരി നമ്മളൊരു ഡിറ്റക്ഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ. അതായത് പ്രഷർ, ഷുഗർ, അതുമാതിരിയുള്ള ഒരു സ്കാനിങ് അടക്കമുള്ള ഒരു ക്യാമ്പും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ നടത്തിക്കൊണ്ടിരുന്നു. എല്ലാം കൊണ്ടും നമ്മൾ പൂരം ഭംഗിയാക്കണം എന്നുള്ളൊരു ആഘോഷം ഭംഗിയാക്കുകയാണ്. അതായത് ORS അടക്കം കൊടുത്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു കണ്ടില്ലേ, തീർച്ചയായും ആൾക്കാരുണ്ടായിരുന്നു. അതുമാതിരി NCCയുടെ സ്കൗട്ടിന്റെ എല്ലാം നമുക്ക് സഹകരണം ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ ഒരു ബക്കറ്റിൽ തോടി കണ്ടില്ലേ, അതൊക്കെ നമ്മളെ കൂടെ സഹായിച്ച് നിൽക്കാന്നുള്ളതാണ്. വേറെ സ്കൂളിൽ. അപ്പോൾ മിടുക്കനായിട്ട് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കുചേരാൻ എന്താ കാരണം? ഞാൻ എല്ലാ വർഷമായിട്ട് അവിടുത്തെ ഞങ്ങളുടെ ബ്രാഞ്ചിന്റെ എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ഈ ഒരു സേവനത്തിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇതുപോലെയുള്ള ചെറുപ്പക്കാരാണ് നമുക്ക് ആവശ്യം. വളർന്നു വരുന്ന പിള്ളേർ ഇതിൽ നിൽക്കാൻ. അതെ, സമൂഹമൊക്കെ ഒരു വല്ലാത്തൊരു വ്യവസ്ഥതയിൽ പുതിയ തലമുറകളെ, അതല്ലേ, തീർച്ചയായും നല്ല കാര്യം. കാരണം പുതിയ തലമുറയ്ക്ക് ഇതൊരു വലിയൊരു മെസ്സേജാണ്. അതായത് പുതിയ ആധുനിക കാലത്തിൽ നമ്മൾ കുറ്റം പറയുകയല്ല, എങ്കിലും ഭൂരിഭാഗം വരുന്ന ആളുകൾ തീർച്ചയായും, അതായത് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ പോലും ഒരാളുകളെ നോക്കാത്ത ഒരു കാലഘട്ടം ഉണ്ട്. അങ്ങനെയുള്ളത് മിടുക്കനാണ്. എന്തായാലും ഇനിയും മുന്നോട്ട് പോകണം. തൃശ്ശൂർ പൂരങ്ങളിലെ ഈ കൊല്ലത്തെ ഏറ്റവും വലിയൊരു കാഴ്ച എന്നത് തന്നെ 10,000-കണക്കിന് ആളുകൾക്ക് ഇത് ഭക്ഷണം കൊടുക്കുക എന്ന് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. അതുപോലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അതുപോലെ നമ്മുടെ പ്രേക്ഷകർ ഇവരെ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ള ഈ ഒരുപാട് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ബലം. കാറ്ററിംഗിന്റെ ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് കാണാം. നിരവധി ആളുകളാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. സേവനമാണ് ഇവർ ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു കുടുംബം ഉണ്ട്, ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ, എവിടെന്നാ വരുന്നത്? ഞങ്ങൾ അഞ്ചേരിച്ചിറന്ന്. ഈ ഭക്ഷണം നമുക്ക് ഇത്രയധികം ആളുകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. എന്താണ് അഭിപ്രായം? പറഞ്ഞോ. നന്നായിട്ട്. ഓക്കെ, സൂപ്പറാണ്. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ കിട്ടാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും ജനങ്ങൾ വരുന്നുണ്ട്, അത്ര ആൾക്കാർ വിശപ്പടക്കുന്നത് ഇങ്ങനെ പുണ്യമായ കാര്യമാണ്. തീർച്ചയായും. ചേട്ടാ എവിടെ നിന്ന് വരണേ? ഞാൻ കോഴിക്കോട്. പൂരത്തിന് മുമ്പ് വന്നിട്ടുണ്ടോ? അതെ. അതല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം എന്തായാലും അടിപൊളി. അപ്പൊ അടുത്ത കൊല്ലം അവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാരും കൊണ്ടാവും വരിക. തീർച്ചയായും. അപ്പൊ തൃശ്ശൂര് വന്നു കഴിഞ്ഞാൽ ആരും വിശന്നിട്ട് തിരിച്ചു പോകണ്ട. എന്തായാലും ഓക്കെ. എന്താ പേര് പറഞ്ഞേ? എന്റെ പേര് അതുലാണ്. ഞാനിവിടെ വന്ന സമയത്ത്
100 കൂട്ടുകാരെ പുണ്യം കണ്ട് ഇപ്പൊ സംഭാരം കൊടുക്കലും ഇപ്പൊ രാത്രിത്തെ ഫുഡും അങ്ങനെ ഒരുപാട് പുണ്യങ്ങളായ പ്രവൃത്തിയാണ് തൃശ്ശൂർ ചെയ്യുന്നത്. തൃശ്ശൂർക്കാർ ചെയ്യണത്. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് എല്ലാവരും സല്യൂട്ട് അല്ലേ? തീർച്ചയായും ചേട്ടാ. അപ്പോൾ നിരവധി ആളുകൾ ഈ ഭക്ഷണം കഴിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവരുടെ നമ്മുടെ അടുത്ത് ഒരു കുടുംബമുണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. നമസ്കാരം ചേച്ചി, എവിടെ നിന്നാണ് വരുന്നത്? അഞ്ചേരി. എങ്ങനെയുണ്ട്? ചപ്പാത്തി നന്നായിട്ടുണ്ട്. മോളെ എങ്ങനെയുണ്ട്? ചപ്പാത്തി ഇഷ്ടായ? ഓക്കെ. അപ്പൊ എല്ലാവരും മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ് ആക്സിന്റെ പ്രവർത്തകര്. നമസ്കാരം ചേട്ടാ. ഇന്ന് കാലത്ത് മുതൽ ഇവിടെ ഉണ്ടല്ലേ? ഇന്നലെ മുതല്. എന്താണ് ഈ പൂരപ്രേമികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, അതായത് ഒരാളുടെ മനസ്സ് നിറയുന്നതിനോടൊപ്പം വയറും നിറയുക, അതായത് നമുക്കൊരു സന്തോഷമാണ്. തൃശ്ശൂർ വന്നിട്ട് ആരും ഭക്ഷണം കഴിക്കാതെ പോകരുത്. എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പൂരക്കാഴ്ചകളെ ഏറ്റവും സുന്ദരമായൊരു കാഴ്ചയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പൂരം തന്നെയാണ് നമ്മൾ കണ്ടത്. എല്ലാവരും ആക്സിൻ്റെ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു നല്ലൊരു വാർത്ത എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് പൂരാശംസകളും ഒപ്പം തന്നെ എല്ലാവിധ നന്മകളും നേരുന്നു.